ഡൽഹി ഭാരത് മണ്ഡപം പരിസരത്ത് നിന്ന് നടന്ന കവർച്ചയിൽ 3 പേരെ പോലീസ് പിടികൂടി. 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണവും വെള്ളിയും കൊള്ളയടിച്ച സംഘത്തെയാണ് പിടികൂടിയത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ബൈക്ക് യാത്രക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഇവർ ഈ കവർച്ച നടത്തിയത്. അർജുൻ തന്നെ പറയും. അർജുൻ, ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത്? ഇവർ ഏതെങ്കിലും വലിയ കൊള്ള സംഘങ്ങളിലെ ആളുകളാണോ? എന്താണ് വിവരങ്ങൾ? ദിവിഷ്, ഇവരെ ഡൽഹിയിൽ നിന്ന് തന്നെ പിടികൂടിയത്. പക്ഷേ പേര് വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. ഇവർ മറ്റൊരു വലിയ സംഘത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവിടാത്തത്. എന്തായാലും ഇവരുടെ പക്കൽ നിന്നും ഈ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും, അതായത് 1/2 കിലോ സ്വർണവും 35 കിലോ വെള്ളിയുമാണ്, ഏകദേശം 1 കോടി രൂപ വിലമതിക്കും. ഇതെല്ലാം കണ്ടെത്തിയിട്ടുമുണ്ട്. 24-ാം തീയതി, അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കവർച്ച ഭാരത് മണ്ഡപം പരിസരത്ത് വെച്ച് ഉണ്ടായത്. 2 പേർ സ്കൂട്ടറിൽ പോകുന്നു. അവരെ മറ്റൊരു വാഹനത്തിൽ വന്ന് തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് ഈ മോഷണം നടത്തിയത്. പിന്നാലെ പോലീസ് പല സംഘങ്ങളായി ഡൽഹിയും ഹരിയാനയും ഉത്തർപ്രദേശും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. എന്നാലും ഡൽഹിയിൽ നിന്ന് തന്നെ ഈ 3 പ്രതികളെയും പിടികൂടി. ഇവരൊരു സംഘത്തിലെ കണ്ണികളാണ്. ആ സംഘം ഏതാണ്, ആ സംഘത്തിന്റെ മറ്റാളുകൾ ആരൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വൈകാതെ തന്നെ കണ്ടെത്തി കൂടുതൽ ആളുകളെ, ഈ കണ്ണിയിലെ കൂടുതൽ ആളുകളെ കൂടി പിടിയിലാക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ എന്തായാലും പോലീസ് കരുതുന്നത്. എന്തായാലും തൊണ്ടി മുതലടക്കം പോലീസ് ഇപ്പോൾ ഇവരെ പിടികൂടിയിരിക്കുന്നു. ശരി. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നടന്ന കൊള്ളയിൽ 1 കോടി രൂപയുടെ സ്വർണ്ണമൊക്കെ കവർ ചെയ്തവരാണ് 3 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്.